ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് വീട്ടിൽ വെറൈറ്റി ആയിട്ട് ഒന്ന് പൊറോട്ട ഉണ്ടാക്കാൻ പോവുകയാണ്. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുവിളക്ക് ആട്ടമാവ് കൊണ്ട് നമുക്കൊന്ന് പൊറോട്ട ഉണ്ടാക്കി നോക്കാം. എല്ലാവരും മൈദമാവ് കൊണ്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു വ്യത്യസ്തം വയ്ക്കുകയാണ്. ആട്ടമാവ് കൊണ്ട് പൊറോട്ട ഉണ്ടാക്കി നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. വലിയ സ്പൂണിന് ഒരു സ്പൂൺ ഉപ്പ്, ചായ ഗ്ലാസ്സിന് 5 ഗ്ലാസ് വെള്ളം. 5 ഗ്ലാസ് വെള്ളം. ചായ ഗ്ലാസ്സിന് 5 ഗ്ലാസ് വെള്ളം. അപ്പൊ നമ്മൾ ഉപ്പും വെള്ളവും ഒഴിച്ചുകൊണ്ടാ മാവ് ഇട്ടിട്ട് പാലൊഴിക്കുന്നത്. അല്ലാതെ കൊണ്ട് പാലൊഴിച്ച പാല് പിരിയും. ഇപ്പൊ എല്ലാരും മൈദ മാവ് കൊണ്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. അത് മൈദയാണ്, കുത്തുവിളക്കിന്റെ മൈദയാണ് പൊറോട്ട ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഇതിപ്പം കുത്തുവിളക്കിന്റെ ആട്ടമാവാണ് നമ്മൾ ഇതിൽ പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി ആട്ടമാവ് കൊണ്ടൊരു വെറൈറ്റി പൊറോട്ട ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പൊ മാവും വെള്ളവും ഉപ്പ് ഇട്ട് നമ്മൾ ഒന്ന് കൈകൊണ്ട് കലക്കി, അത് കഴിഞ്ഞ് മാവിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് ഇതുപോലെ ഒന്ന് തേച്ചെടുത്ത് കഴിയുമ്പോ ഈ മാവ് ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. രണ്ട് കിലോ മാവിനാണ് 1 ഗ്ലാസ് പാല് ചേർത്തിരിക്കുന്നത്. ആ പാലൊഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ നല്ലപോലെ തേച്ചെടുക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഈ മാവ് കുഴയ്ക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഈ ചായ ഗ്ലാസ് കുപ്പി ഗ്ലാസ്, ചെറിയ കുപ്പി ഗ്ലാസ് 7 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 കിലോ
2 കിലോ മാവിന് ഇത് 7 ഗ്ലാസ് വെള്ളം വേണം. 2 കിലോ മാവ് കുറച്ചൊരു ആട്ടമാവ്. ഉരുളിയിലിട്ട് കുഴച്ചിട്ട് ഈ മാവ് തേക്കാൻ പോവാം. മാവ് എപ്പോഴും നീളത്തിൽ തേച്ചാലേ മാവ് നല്ല മയമാകും. മാവ് തേച്ചെടുക്കുന്നതിലാണ് പൊറോട്ടയുടെ മയം വരുന്നത്. മാവ് ഒരു 10 മിനിറ്റ് തേച്ച് വേണം. മാവ് ഏകദേശം ഒരു 10 മിനിറ്റോളം തേക്കണം. മാവ് തേച്ച് നല്ല മയമായാൽ ഇതുപോലെ നമ്മൾ കൈ വെച്ചാൽ അതിങ്ങനെ പൊങ്ങി വരും. മാവ് തേച്ച് മയമാക്കിയതിന് ശേഷം ശകലം ഓയിൽ നമ്മൾ ഇപ്പോൾ ഡെസ്കയിലിട്ടാന്നേലും ടൈലയിലിട്ടുണ്ടാക്കിയാലും ശകലം ഓയിൽ പുരട്ടി അതിലിട്ട് പുരട്ടി മാവെടുത്ത് ആ മാവെടുത്ത ആ എണ്ണ പുരട്ടിയ ഭാഗത്ത് വെച്ചിട്ടൊരു 30 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം. പൊങ്ങുന്നുണ്ടോ? മുപ്പത് മിനിറ്റ് അങ്ങനെ വെച്ച് അടച്ചു. നമ്മൾ പൊറോട്ടയോടൊപ്പം ഇന്ന് എല്ലുകറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാം ഞുറുക്കി കഴുകി വൃത്തിയാക്കി കുക്കറിനകത്തിട്ട് നമ്മൾ അടപ്പയിലോട്ട് വെക്കാൻ പോവുകയാണ്. നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇനി ആദ്യമായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അടുത്തതായിട്ട് നമ്മൾ വീട്ടിൽ പൊടിച്ച മസാലയാണ്, അത് 1 ടീസ്പൂൺ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുരുമുളക് പൊടിച്ചത്, നാടൻ കുരുമുളക് പൊടിച്ച 1 ടീസ്പൂൺ ഇടുകയാണ്. അതിനുശേഷം ഉപ്പ് പാകത്തിന്, ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം, അതിൻ്റെ പാകത്തിന് വെള്ളം ചേർക്കുക. എന്നിട്ട് കുക്കർ അടച്ച് അത് വേകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്.